ഹലോ ഗൈസ്, അപ്പം പാർട്ട് 2 തുടങ്ങിയിട്ടോ. പാർട്ട് 2 ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത കാര്യങ്ങളാണ്. തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ എൻട്രറിലെത്തി. എൻട്രന്ന് അവിടുന്ന് പിന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ കൂടി സ്റ്റെപ്പൊക്കെ ഇറങ്ങണം അമ്പലത്തേക്ക് പോകാൻ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആദ്യമൊക്കെ നിന്ന് കൊടുത്താൽ മതിയായിരുന്നു, നമ്മൾ താഴെയും മുന്തി പോകും. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം തൊഴാൻ വേണ്ടി പോകുമ്പോൾ അത്ര തിരക്ക് കണ്ടില്ല. പിന്നെ വരുമായിരിക്കും, തിരക്ക് സാധാരണയായിട്ട് വന്ന് തുടങ്ങണുള്ളായിരിക്കും, സമയം ആവണുള്ളൂ. ഞങ്ങൾ തൊഴുമ്പോൾ അത്ര തിരക്ക് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഓരോരുത്തർ വെളിച്ചെണ്ണ കൊടുക്കാനുള്ളവരുണ്ടാവും, പൊട്ട് കൊടുക്കാനുള്ളവരുണ്ടാവും, താലി കൊടുക്കാനുള്ളവരുണ്ടാവും, എന്താ പറയുക, ചൂടി കൊടുക്കാനുള്ള, അങ്ങനെ പല വഴിപാടുകളുണ്ട് ഇവിടെ. പിന്നെ ഒരു യൂട്യൂബേഴ്സാണോ ഇനി ഒരു ടി വി പരിപാടിയാണോ എന്നറിയില്ല, അവിടെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അപ്പുറത്ത്. അങ്ങനെ ഞങ്ങൾ എണ്ണയും പ്രസാദമൊക്കെ കൊടുത്ത് ഞങ്ങൾ തൊഴുത് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ ഞങ്ങൾ വീടിനടുത്തുള്ള ഷൈ ചേച്ചിയുണ്ട്. അവർ തമ്പുരാട്ടീനെ, അതായത് ദേവീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അമ്പലത്തിലേക്ക് കൊണ്ടുവന്ന അരിയും പൂവും മഞ്ഞൾപ്പൊടി എറിഞ്ഞിട്ട് ഒരു താലപ്പൊടി അതിന് വെയിറ്റ് ചെയ്തിരിക്കുക. അത് പറയും, ഞങ്ങളോടത്ത് തെച്ചിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ മഞ്ഞൾപ്പൊടി, തുളസി, കുറിയേരീൻ്റെ നെല്ലുത്തേരി എന്ന് പറയും. അതൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ ദേവീനെ കാണാൻ വേണ്ടിയിട്ട് മോളിക്ക് കയറി. ദേവീനെ ഇങ്ങനെ കൊണ്ടുവരികയാണ്. കൊല്ലത്തിലൊരിക്കലാണ് ദേവീനെ നമുക്ക് ഇങ്ങനെ ആടയാഭരണങ്ങളോടെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കാണാനും മകൻ കൊല്ലത്തിലൊരിക്കൽ അമ്മേനെ കാണാൻ വേണ്ടി ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. അമ്പലത്തിലേക്ക് ദേവീനെ കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മകന് അവിടെ നിന്ന് പോയിക്കോണം, മകന് അവിടെ നിൽക്കാൻ അവകാശമില്ല. അതൊക്കെ കാണാൻ രസമാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല ജനങ്ങളെ കൊണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയി സ്ഥലം നോക്കി, അവിടെ ഭയങ്കര തിരക്കാണ്, ഇരിക്കാനൊന്നും സ്ഥലമില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ദേവീനെ കാണാനുള്ള മെയിൻ റോഡിൽ കൂടെയാണ് കൊണ്ടുവരിക. അങ്ങനെ എന്താ പറയുക, അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിക്ക് വയ്യാത്ത പണ്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ചെറിയ കുട്ടി പാടുന്ന പാട്ടാണ് അത് കേട്ടു. ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾ ദേവീനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് കയറി. ദേവി ആ വീട്ടിൽ കയറിയിട്ടാണ് വരിക. അപ്പോൾ പിന്നെ അടുത്ത പാർട്ട് ദേവീനെ കാണാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.